ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കൂന്തൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കൂന്തൽ വളരെ വൃത്തിയായിട്ടും ഈസി ആയിട്ടും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു അതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് വലിച്ചെടുത്താൽ പെട്ടെന്ന് പോന്ന് കിട്ടും. ഇനി എല്ലാം അതിൻ്റെ റെഡ് കളറും ബ്ലാക്ക് കളറെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നെടുകെ പിളർന്നിട്ട് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു നീളത്തിലുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ പുറത്തിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുക. അതിൻ്റെ തലഭാഗത്തായിട്ട് നമ്മളൊരു മഷി പോലെ ഒരു സാധനം ഉണ്ടാവും. അത് നമ്മൾ പൊട്ടിക്കാണ്ട് നമ്മൾ വൃത്തിക്ക് കഴിയാൽ മതി. അത് പൊട്ടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ബ്ലാക്ക് കളറായിട്ട് വരുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വരെ നമ്മൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലും വേവിച്ചിട്ട് എടുക്കാം. ഇനി ഇത് വെന്ത് കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ടൊരു ചൂട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ ഒരു ചെറിയ ഇഞ്ചി കഷ്ണവും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നന്നായി പച്ചമണം മാറി വരുന്നതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. നല്ല മീഡിയം സൈസിലുള്ള 2 സവാളയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളൊരു ടീസ്പൂണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അത് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നല്ല പഴുത്ത 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ പുളിക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുടം പുളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ പുളി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവെല്ലാം നമ്മളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നല്ല വഴറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിൽ എടുത്തിട്ടുള്ള കൂന്തൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ഓയിലിന് നമ്മളിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് തന്നെ നമ്മൾ ചേർത്ത് തന്നെ ഇതിലുണ്ടാവും. ആ ഒരു സവാളയുടെ നീരും അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് മിക്സ് ആയതിന് ശേഷം ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് നീര് ഇറങ്ങി വരും. നമ്മൾ പുറത്ത് വെള്ളം ഇതിന് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വറ്റിച്ചിട്ടെടുക്കാം. ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനി ഗ്രേവിയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വറ്റിച്ചെടുത്താൽ മതി. ഇനി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു തുടം കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ എടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കൂന്തൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പക്ഷേ ഞാനിത് തയ്യാറാക്കി എടുത്തത് തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഒരിക്കലും തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തേങ്ങാച്ചോറിൻ്റെ കൂടെ ബീഫ് അല്ലാണ്ട് നമുക്ക് കൂന്തലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാസ്ലിൻ്റെ ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാസ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ കയ്യിലാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എന്താ പറയുക
പോയി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കൺമഷി ഇടുന്ന സമയത്ത് നമ്മളെ കണ്ണിൻ്റെ ചുറ്റിൽ പരന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാസലിൻ തേച്ചിട്ട് മെല്ലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് നല്ല അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു മുണ്ട് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ കയ്യിലായാലും ഡ്രസ്സിലായാലും എല്ലാം നമുക്ക് ഇതൊരു നല്ല ടിപ്സ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ പുറത്ത് പോകേണ്ട ആവശ്യത്തിന് നമ്മളിങ്ങനെ കൺമഷിയിലോ ലിപ്സ്റ്റിക്കൊക്കെ ആയാലും ഇങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തെവിടെയെങ്കിലും നമ്മൾ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മുഖം കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, അതേപോലെ അതിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയെടുക്കാണ്ട് ഇങ്ങനെ വാസലിൻ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖം നല്ല ക്ലീനായിട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ സോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുപയർ വെച്ചിട്ടൊക്കെ മുഖം നല്ല ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ എൻ്റെ ഫേസിലല്ല കയ്യിൽ കാണിച്ചെന്ന് മാത്രം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡാൻസിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡാൻസിൻ്റെ മേക്കപ്പ് അതുപോലെ നല്ല കട്ടി കൂടിയ മേക്കപ്പ് ആയിരിക്കുമല്ലോ, അതെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തെടുത്താൽ പരന്ന് പോവാനോ അല്ലെങ്കിൽ നമ്മളത് ഇടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും നമുക്ക് ഈ ഒരു വാസലിന് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരം ഒന്നും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ ഡാൻസ് കഴിഞ്ഞ സമയത്ത് ബ്ലൂ ആയിട്ടും ഗ്രീൻ ആയിട്ടും എല്ലാം മേക്കപ്പ് ഉണ്ടാവും. പക്ഷേ അത് നമുക്ക് മുഖത്തിൽ നിന്ന് പോന്ന് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ കണ്ടോ, ഞാൻ എൻ്റെ കയ്യിൽ തേച്ചിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് വാസലിന്, ഒരു ലേശം വാസലിന് ഇച്ചിരി ആക്കി എടുത്താൽ മാത്രം മതി. അല്ലാണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് തൂവി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ തുണിയിലോ ഒന്ന് തേച്ച് വെച്ചിട്ട് ഒന്നൊന്ന് ഒരതി കൊടുത്താൽ തന്നെ നമ്മൾക്ക് ഇതുപോലെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ സമയത്തായാലും ഒരു കല്യാണ പെണ്ണിനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് മുഖത്തു നിന്ന് ഇളകി വരാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്സ് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ബാഗിലോ അല്ലെങ്കിൽ ഷൂവിലൊക്കെ നമുക്കിങ്ങനെ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ പെണ്ണിൻ്റെ മഷി അങ്ങനെ എന്തുണ്ടായാലും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ വാസലിന് വെച്ചിട്ട് ഒരു ലേശം നമുക്ക് തടവി കൊടുക്കാം. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ബാഗിൻ്റെ ഷിബിൽ, ഏത് ബാഗിൻ്റെ ഷിബിലായാലും അല്ലെങ്കിൽ ജീൻസ് പാൻറ്റ്, ഏത് പാൻറ്റ് ആയാലും ഷിബിൽ ഇങ്ങനെ വെക്കുക, ഒന്ന് നമ്മൾ ഉരസി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുറുക്കം ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആ ഒരു അയവ് വരും ഷിബ് വലിക്കാനായിട്ട് കേട്ടോ. ഇനി ഒരു അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലിൽ വിണ്ട് കയറിയാൽ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വാസലിൻ നമുക്ക് ഓൾറെഡി അങ്ങനെ തേൽക്കേണ്ട ആവശ്യമില്ല. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്കും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കാലിൻ്റെ അടിഭാഗത്തായിട്ട് മടമ്പിലുണ്ടാകുന്ന വിള്ളലുണ്ടല്ലോ, അത് ഏത് ഭാഗത്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി വാസലിൻ തേക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടും. പക്ഷേ നന്നായിട്ട് മാറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്താൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് വിള്ളലുണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മാറി കിട്ടും. ചെറിയ ചൂട് വെളിച്ചെണ്ണയിലായിരിക്കും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കൂടുതൽ നന്നാവുക. മറ്റേത് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തണുപ്പ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് മിക്സാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ചെറിയൊരു ചൂടിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷൂവിലൊക്കെ നമ്മളുടെ ഈ ഷൂ പോളിഷൊക്കെ നമ്മൾ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഒത്തിരി വാസലിൻ നമ്മളൊരു തുണിയിൽ ചേർത്തിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഉരസി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ പുതിയൊരു ഷൂ വാങ്ങിച്ച ആ ഒരു തിളക്കം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ കുട്ടികളുടെ സ്കൂൾ വിട്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ ചെളിയുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഷൂ പോളിഷും ചെയ്യാം. ഷൂ പോളിഷ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയും ചെയ്തിട്ടെടുക്കാം. നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.